ഗുഡ് മോർണിംഗ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആരണ് 7 സ്കൂളിൽ ചെല്ലണം. കാഞ്ഞിരപ്പള്ളി സ്വിമ്മിങ്ങിൻ്റെ കോമ്പറ്റീഷനുണ്ട്, അതിന് വേണ്ടി പോവാം. അപ്പം 6:30 ഓട്ടോച്ചേട്ടൻ വരും. 5 എഴുന്നേറ്റു. ആരണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് ലൈറ്റായിട്ട്. പിന്നെ ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ഒരു തോരനും മെഴുക്കുവരട്ടിയും പിന്നെ ചോറും ഒക്കെ കൊടുത്തു വിടാം. മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ചപ്പാത്തി, ബ്രെഡ് മതിയെന്നാണ് പറഞ്ഞത്. ബ്രെഡ് പഴവും മതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പഴമൊക്കെ വെളുപ്പിനെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി ഒന്ന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അതാ രാവിലെ പ്രാർത്ഥിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു. അപ്പം ഞാനെല്ലാ ജോലിയും ചെയ്തിട്ട് 6 ആരനെ വിളിച്ചാൽ മതി. 6:30 ഓട്ടോ. അപ്പം എല്ലാം പോയി ചെയ്യട്ടെ. നമ്മുടെ കോവയ്ക്ക പറിച്ചത് ഇത്രയുണ്ട്. ഇന്നലെ വൈകിട്ട് പറിച്ചു വെച്ചതാണ്. പിന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞ്. പിന്നെ പഴമുണ്ട്. ബ്രെഡും പഴവും മതിയെന്ന് പറഞ്ഞു. പക്ഷേ ചപ്പാത്തിയും പഴവും കഴിക്കട്ടെ, ബ്രെഡൊക്കെ അടിക്കട്ടെ. മുട്ട വേണ്ട രാവിലെ എന്ന് പറഞ്ഞു. മുട്ട പൊരിച്ച് കൊടുത്തു വിടാം. ഇത് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം കോവയ്ക്ക തോരനും കിഴങ്ങും മെഴുക്കുവരട്ടിയും ഇച്ചിരി തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യട്ടെ. ബീഫെല്ലാം കഴുകി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുക്കറിലോട്ട് ഇട്ടൊന്ന് നമുക്ക് പിന്നെ കുറച്ച് പൊടികളെല്ലാം ഇട്ടൊന്ന് ശക്കല ഇഞ്ചിയും ഒരു ശക്കല വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് എല്ലാം ഒരു ശകലിച്ച് ബാക്കി പിന്നെ വഴറ്റി ചേർക്കത്തുള്ളൂ. വേകുമ്പം എല്ലാം ഒരു കുറേശ്ശെ കുക്കറിൽ വേവിക്കുമ്പോൾ ഇടുവാണെങ്കിൽ എല്ലാം ഒന്ന് അതേ പിടിച്ചോളും. അങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് പരട്ടി ഒന്ന് ചീറ്റിക്കിട്ട് ഒരു 3-4 വിസിൽ മതി. ഒത്തിരി അങ്ങ് കുഴയണ്ട. പിന്നെ വെന്തില്ല ഒന്നുകൂടെ നമുക്ക് നോക്കിയിട്ട് 2 വിസിലൂടെ അടുപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യട്ടെ. ബീഫ് ഫ്രീസറിൽ ഇരിക്കുന്ന കാര്യം വിട്ടുപോയി. അപ്പോൾ വെള്ളത്തിലിട്ട് പെട്ടെന്ന് അത് റെഡിയാക്കി കഴുകിയെടുത്തതാണ്. ശക്കല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഒരു ചെറിയ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ടേ. ഇനി കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇടണം. കുറച്ച് ചുവന്നുള്ളി ഇട്ടു. കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നപ്പോൾ കഴുകി വെള്ളം വാർന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് അടച്ച് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി. കടയിൽ നിന്ന് കൊണ്ട് തന്ന അത് നല്ലതായിട്ട് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കണം. പിന്നെ ഇനി നമുക്ക് കുറേശ്ശെ പൊടികളിടാം. മല്ലിയില പുതിനയിലയൊക്കെ അങ്ങനെ നമ്മൾ റെഡിയാക്കി വൃത്തിക്ക് വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു അര ടീസ്പൂണിൻ്റെ കുഞ്ഞിതാണ്. 1/2 ടീസ്പൂൺ മല്ലിയില. മല്ലിപ്പൊടി ആദ്യമേ ഒരുപാടൊന്നും ഇടണ്ട. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ആദ്യമേ എല്ലാം ശകലിച്ചാൽ മതി. ഗരം മസാലയും ഞാൻ അര ടീസ്പൂൺ ഇടും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മുളക് പൊടി കുറച്ച് മതി. 2 മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം, ഒത്തിരി വേണ്ട. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇറച്ചിയുടെ വെള്ളം ഇറങ്ങും. ഇത് ചാറ് വെക്കാനല്ലല്ലോ, നമുക്ക് ഉലർത്തി ആരണ് കൊടുക്കാനല്ലേ. അപ്പം കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ചാറൊന്നും ഇഷ്ടമല്ലല്ലോ. പൊറോട്ട ആണെങ്കിൽ ഇഷ്ടം, ചോറിനൊക്കെ ഉലർത്തുന്നതല്ലേ നല്ലത്. പൊതിച്ചോറിനൊക്കെ അതല്ലേ നല്ലത്. അപ്പോൾ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് നമുക്കിതാ ഉപ്പൂടെ ഇട്ട് ഉപ്പ് കുറച്ച് മതി ആവശ്യത്തിന്. അതുകൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങോട്ട് ശക്കലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിക്കുന്ന നെയ്യൊക്കെ വല്ലതും കണ്ടമാനം ഉണ്ടെങ്കിൽ ഇച്ചിരി 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് നെയ്യ് കുഴഞ്ഞിങ്ങനെ ഭയങ്കര കട്ടി പിടിച്ച നെയ്യ് പോലെ ആകത്തില്ല. ഇച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുമ്പം ഇത് നല്ല ആ നെയ്യുടെ ഇതങ്ങ് പൊക്കോളൂ. അപ്പോൾ ഇനി ഇതെല്ലാം തിരുമ്മി വേവിക്കട്ടെ കേട്ടോ. ഒരു 4-5 വിസിൽ. പായസം വെച്ചപ്പം ഏലക്കാപ്പൊടി ഇട്ടില്ലല്ലോ എന്നെൻ്റെ കൂട്ടുകാരി ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ പാലൊഴിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഇതിനൊന്നും എസെൻസും ഒക്കെ ഞാൻ ഒഴിക്കുമായിരുന്നു. വാനില എസെൻസും ഒരു തുള്ളി പിന്നെ ഏലക്കയാക്കി ഇടുമായിരുന്നു. പക്ഷേ പിള്ളേർക്ക് അത് ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഇടാൻ. ഏലക്കായുടെ കാര്യം ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ ഇട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഇടുന്നതും അല്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി വാനിലയുടെ കാര്യം പറഞ്ഞെങ്കിലും ഏലക്കയുടെ കാര്യം പറയാനങ്ങ് ഓർത്തില്ല. അത് പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് ചൂടാക്കിയല്ലേ നമ്മൾ ഇച്ചിരി കുടിക്കുന്നതും. അപ്പോൾ ഏലക്കയാക്കി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ചൂടാക്കുന്നതോറും വേറെ ചൊവയാണ്. അത് പിള്ളേർക്ക് ദേഷ്യം. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ എന്നാ ഇച്ചിരി ഇതിടാൻ ഏലക്കാന്നൊക്കെ ചോദിച്ചു കേട്ടോ. അത് ഇതുകൊണ്ടാണേ. ഓക്കെ, ചോദിച്ചാൽ നന്നായി പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് 3-4 പെരിഞ്ചീരവും കൂടി ഇടും കേട്ടോ. അതാണ് ബീഫിൻ്റെ ഒരു നല്ല ടേസ്റ്റ്.
ഗരം മസാല പെരിഞ്ചീരം ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് വലുതാക്കി പൊട്ടിക്കാതെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ. മുളക് പൊടി ആദ്യമേ ഇടരുതേ, ഇറച്ചി വെന്ത് ഇങ്ങനെ വരുമ്പോൾ അത് കറുത്തിരിക്കും. ഉലർത്തുമ്പോൾ ലാസ്റ്റാണ് നമ്മൾ ഉലർത്താനിടുമ്പോഴാണ് ചതച്ച് കുരുമുളക് ഇടുന്നത് കേട്ടോ. തോരനകത്ത് ഇച്ചിരി പച്ചമുളകും സവാളയും അരിഞ്ഞിട്ട് പച്ചമുളക് നീളത്തിൽ അങ്ങിട്ടല്ലേ പിള്ളേരുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കുഞ്ഞുങ്ങൾ ഷെയർ ചെയ്തല്ലേ കഴിക്കുള്ളൂ. അപ്പം ഇച്ചിരി കൂടുതൽ ചോറും കറികളും ഒക്കെ ഞാൻ ഇലപ്പൊതി ഇട്ടാണ് അതിനകത്ത് വെക്കുന്നുണ്ട് പിള്ളേരെല്ലാം കൂടെ കഴിക്കുമ്പോഴേ. അപ്പോൾ ഇച്ചിരി സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും തേങ്ങയും കൂടി ഇട്ട് തിരുമ്മി കടുക് താളിച്ച് അങ്ങ് വെക്കാൻ വേണ്ടിയിട്ടാണ് തോരൻ, കോവയ്ക്കാത്തോരൻ. ഇത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി അങ്ങ് ഇട്ട് കൊടുക്കാൻ മതി. തീ കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളം ഒഴിച്ചില്ല, പക്ഷെ നനവുണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് പോകുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചൊന്ന് ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ല ഇതാക്കിയെടുക്കാം. അങ്ങനെ തോരൻ നമ്മൾ റെഡിയാക്കി ഞാൻ കോരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഫാനിട്ട് ആറിക്കാൻ വെച്ചിരിക്കുക. അടുത്തത് ഇതാ, കുറച്ച് എണ്ണ മതി എല്ലാത്തിനും. അടുത്തത് കിഴങ്ങ് മെഴുക്കുവരട്ടിക്കുള്ളത്. എണ്ണ ഒഴിച്ച് 2 കടുകും ഇട്ട് ഉപ്പും ഇട്ട് മുളക് പൊടിയും മാത്രം, വേറെ ഒന്നും ചേർക്കത്തില്ല. കടുകിട്ടു. ഇനി അത് പൊട്ടുമ്പോൾ നമുക്ക് ഉപ്പും ഇട്ട് മുളക് പൊടി ഒന്ന് വഴറ്റി തീ കുറച്ച് മൂടി വെക്കും. അങ്ങനെ കുറച്ച് മുളക് പൊടി, ഒത്തിരി വേണ്ട. എന്നിട്ട് ഉപ്പും ഇട്ട് വേറെ ഒന്നും ഇടരുത്, കുരുമുളകോ ഒന്നും ഇടരുത്. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇത്ര മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെക്കട്ടെ. ഞാൻ ആ തോരൻ കറി കോരിയിട്ട് അതിനകത്ത് തന്നെയുള്ള പാത്രം എല്ലാം കൂടെ മെനക്കെടുത്തുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഞാൻ മെഴുക്കുവരട്ടിക്കും കൂടി ഇട്ടു. ഇനി അങ്ങ് മൂടി വെച്ചേക്കാം. ഇനി അടുത്ത പരിപാടിക്ക് നോക്കട്ടെ. പുളിശ്ശേരിയുടെ അരിയട്ടെ, ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ നമ്മളുടെ മെഴുക്കുവരട്ടി ഇതാ നല്ല ഫ്രൈ ആയി. ഇനിയിപ്പം ഈ പരിപാടി കഴിഞ്ഞ് ഇതും കൊണ്ട് അരയ്ക്കാൻ വെച്ചിട്ട് ഇതിനകത്ത് തന്നെ പുളിശ്ശേരി ഉണ്ടാക്കും. ഈ ചമ്മന്തിയും കൂടെ അരച്ചാൽ മതി. സംഗതി ഓക്കെ. ചോറൊക്കെ വെന്ത് വാർക്കും. ബീഫ് ഇനി ഉലർത്താൻ ഇതിനകത്തിടും. എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് ഉണ്ടാക്കും. അല്ല ഓരോന്നിനും ഓരോ പാത്രം എന്തിനാ. ഇനി പുളിശ്ശേരി, പെട്ടെന്നൊരു കുഞ്ഞു പുളിശ്ശേരി. ഇല്ല ആർഭാട പുളിശ്ശേരി ഒന്നുമല്ല, ശക്കല എണ്ണ. ഇവിടെ എല്ലാത്തിനും എണ്ണ കുറവാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി ഇതുണ്ട്, അര ടീസ്പൂൺ കാണും, അത്രയേ ഉള്ളൂ. എണ്ണ എനിക്ക് അങ്ങനെ കണ്ടമാനം ഇഷ്ടമല്ല. എണ്ണ ഒത്തിരി ചേർത്താൽ കറിക്ക് രുചിയൊന്നും കൂടത്തുമൊന്നുമില്ല. ഇനി ഒരു ശക്കലം കടുക് ഉലുവായും. മോരായതുകൊണ്ട് കടുകിൻ്റെ അത്രയും ഉലുവ ഇടാം കേട്ടോ. എന്ന് വെച്ച് കണ്ടമാനമൊന്നും വേണ്ട. ഇനി അത് പൊട്ടട്ടെ. കറിവേപ്പില ഇടണം. വറ്റൽമുളക് ഇനി എടുക്കണേ, വർക്കേരിയിൽ പോകണോ, എനിക്ക് പേടിയാണ്. ഇതെല്ലാം ഇരിക്കട്ടെ, പൊട്ടട്ടെ. പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 കവറ് തൈരാണ്, ഞാൻ ഒഴിച്ചതല്ല മേടിച്ചതാണ്. അപ്പോൾ 2 കുഞ്ഞ് അല്ലി, 2 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു 4 ഇഞ്ച് കനത്തിലൊരു എന്താ പറയുന്നത് ഇഞ്ചിയും, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, എത്രയൊക്കെയാണ്, കടുക്, ഉലുവ, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇത് വറ്റൽമുളകും ഞാനിടും. കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകും ഇടുവേ, പക്ഷേ ഇപ്പം അങ്ങോട്ട് എടുക്കാൻ പോകാനായിട്ട് താല്പര്യമില്ല. ഇനി ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം നമുക്ക് മോരൊഴിക്കാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒഴിക്കാം. ഒരു നുള്ളു മുളക് പൊടി ഇടുന്നത് നല്ല, അത് തന്നെ ഇടാം. കായപ്പൊടി ഇടുന്നല്ല, കായവും വർക്കേരിയും ഇരിക്കുക, അതുകൊണ്ട് അത് ഒഴിവാക്കി. ഒരു നുള്ളു കായപ്പൊടി ഇട്ടാൽ ടേസ്റ്റാട്ടോ, നല്ലൊരു ഫ്ലേവറും നല്ല എനിക്കിഷ്ടമാണ്. നമുക്ക് ചെയ്ത് വഴന്നു. ഇനി നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. വഴറ്റിയതിനകത്ത് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയും, പിന്നെ ഉപ്പ് ഇടല്ലേ ലാസ്റ്റ്, പിന്നെ 5-6 ജീരകവും കൂടെ ഇട്ട് വഴറ്റിയായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇതാ ഒരു മിനിറ്റ് ഇങ്ങനെ ചൂടാക്കാവുള്ളൂ, അല്ലെങ്കിൽ
ഞാൻ ഓഫ് ചെയ്യുവാണേ, കാരണം എന്താണെന്നറിയാവോ, പിരിഞ്ഞെങ്ങാനും പോയെങ്കിലേ. ഇനി എല്ലാം കറക്റ്റ് ലാസ്റ്റ് തണുത്ത് കഴിയുമ്പോൾ ഉപ്പിടുക, അത്രയേ ഉള്ളൂ. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ട് ഇതിനകത്ത് ഇതൊന്ന് തുടച്ചെടുത്തിട്ട് ഇറച്ചി ഒലത്തും. ഇനി ലാസ്റ്റ് മുട്ട പൊരിക്കുക. ഇനി എന്നിട്ട് ഒലത്താനിട്ടിട്ട് ചമ്മന്തി അരയ്ക്കണം. ഓക്കേ, ഇനി ചമ്മന്തിക്കുള്ളത് ചുമ്മാ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മതി, അരണ്ണ് കൊണ്ടുപോകാനോ എനിക്കൊന്ന് ചുമ്മാ ഒന്ന് മണക്കാനുമുള്ള ചമ്മന്തി മതിയല്ലോ. ഒന്ന് മുളക് മൂപ്പിച്ചെടുത്താൽ നല്ലതല്ലേ. മുളക് മൂപ്പിക്കുമ്പം ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കാം. കൂടിപ്പോയി സാരമില്ല, ബാക്കി എണ്ണയ്ക്കകത്ത് നമുക്ക് ഇറച്ചി വെക്കാമല്ലോ. മുളക് അത് മതി, പിള്ളേർ കൂട്ടുന്നോണ്ടേ. ഉള്ളി ഇനിയിപ്പം വർക്കേരിയയിൽ പോയി എടുക്കണം. ഇറച്ചിക്കകത്തിടാനായിട്ട് ഞാൻ എടുത്തത് അതങ്ങ് ഇതിനകത്ത് ഇറച്ചിക്കകത്തിട്ട് തീർന്നേ. അപ്പോൾ ഇച്ചിരി സവാള ഇടാം. ഉള്ളി ഇടണ്ട കേട്ടോ, സവാളയല്ല. ഞാൻ പിന്നെ ഇത് മതി, ഇനി പുറത്ത് പോയി എടുക്കാമെന്ന് എനിക്ക് മടിയോ. ഇരുട്ടെന്ന് പറഞ്ഞാൽ അടച്ചു കൂട്ടിയാണെങ്കിലും പുറത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു വെപ്രാളം കയറും. അത് കാരണം ഞാൻ അങ്ങോട്ട് ഇറങ്ങത്തില്ല. എല്ലായിടത്തും നേരത്തെ ഇത് അകത്ത് വെച്ച് എന്നിട്ടാണ്. പുളി എന്തിനായിട്ട് വറുത്തതെന്ന് ഓർക്കുക അല്ലേ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇച്ചിരി തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. തേങ്ങ വറക്കുന്നില്ലെന്ന് ഞാൻ ഓർത്തത്. വറക്കുമല്ല, ചുമ്മാ ഒന്ന് ചൂടാക്കാം. തേങ്ങയും കൂടെ ഇട്ടേക്കാം. അത് ഇത്തിരി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പോരെ. ഒരു കൊച്ചിനൂടെ ഉള്ളത് ഞാൻ പുതി കെട്ടുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ആരേലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. അപ്പം പുള്ളിയായി, ഇഞ്ചിയായി, മുളകായി, പുളിയായി. ഇനി ചാലു കൂടിയിട്ട് കറിവേപ്പിലയിട്ട് അങ്ങ് കല്ലയിൽ അരയ്ക്കുന്നില്ല, മിക്സിക്കകത്ത്. കല്ലയിൽ അരയ്ക്കുന്ന വർക്കേരിയയിലല്ലേ, അതുകൊണ്ട് നമുക്ക് മിക്സിക്കകത്ത് ചെയ്യാം. ഉപ്പുകല്ല് രണ്ടെണ്ണം കൂടിപ്പോയോ എന്നൊരു സംശയം. സാരയില്ല, ചോറിനകത്ത് ഞെരടി തിന്നാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഞ്ചി എപ്പോഴും ചമ്മന്തിക്ക് ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നല്ല. എല്ലാം വേണം, പുളിയും വേണം, എരിവും വേണം, എല്ലാം വേണം. മുളക് ഇത് പോരെന്ന് തോന്നും, ഇതുകൂടെ അങ്ങിട്ടേക്കാം. പുളിയും എല്ലാം മുന്നോട്ട് നിൽക്കണം. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ എന്ന് വെച്ചാൽ ഒന്ന് മൂപ്പിച്ചത് ആറുമ്പോൾ അങ്ങ് അരച്ചെടുക്കാം. മതി, ഒന്ന് ചൂടായാൽ മതി. നമ്മളൊന്ന് ചുട്ടരയ്ക്കുന്ന പോലെ തേങ്ങയുടെ പച്ചമണം പോയോ നോക്കട്ടെ. ഓക്കെ, പോയി. ഇനി ഇത് ചൂടാക്കാൻ പറ്റും, നമുക്ക് അരച്ചെടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഇരിക്കല്ലേ. ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. ഇങ്ങനെ ഒരു ചാനലുണ്ട്, ജോമാസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ, ലൈക്കും കമൻറ്റും ഒക്കെ വേണേ കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയണം. പക്ഷേങ്കിൽ ആരും ചെറിയൊന്നും അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളും അതൊന്നും പാടില്ല. ഒരു ഫ്രീ അല്ലേ, ബഹുമാനിക്കണം കേട്ടോ. അവിടെ കേട്ടെ, കറിവേപ്പില ഇട്ടില്ലായിരുന്നു. കറിവേപ്പില ഇവിടെ ഇട്ടു. തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. കറിവേപ്പില ഇച്ചിരി കൂടി ഇട്ടാലും നല്ലതാണ്. അത്ര മതി, ഒത്തിരി ഉണ്ട്, 2 ഇതളുണ്ട്. ചമ്മന്തിയൊക്കെ അരച്ച് സൂപ്പർ ചമ്മന്തിയാണ്. ഇനി നമ്മൾക്ക് ഇറച്ചി വെക്കണം, മുട്ട പൊരിക്കണം. ഇത്രയും കാര്യമുള്ളൂ. എന്നിട്ട് പൊതിയിട്ടുക. കുറച്ച് മതി, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് എണ്ണ ഇവിടെ ചേർക്കത്തേ ഇല്ല. അതൊരു 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എല്ലാം കാണുള്ളൂ. അപ്പോൾ കടുക് വേണ്ട. നമ്മൾ ഇച്ചിരി 2 പച്ചമുളക് കീറിയതും ഒരു മീഡിയം സവാള. ഒത്തിരി സവാളയൊന്നും വേണ്ട, ഉലത്താനല്ലേ. പിന്നെ കറിവേപ്പില. ഇതിട്ടങ്ങ് നല്ലതായിട്ട് വഴന്ന് വരട്ടെ. ശർക്കര മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ എളുപ്പം ഒന്ന് വഴന്ന് വരും. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലൊക്കെ ഒരു 2-3 കല്ല് ഉപ്പുകല്ല് അതുകൂടെ ഇടാം, എളുപ്പം വഴന്ന് വരാനാണ്. സവാളയ്ക്ക് ഉപ്പ് പിടിക്കാൻ വേണമല്ലോ. എല്ലാ ആവശ്യത്തിന് കുറച്ച് മതി. ഈ കൂട്ടത്തിൽ 2-3 പെരിഞ്ചീരകം വീണ്ടും അങ്ങിടാം. ഒരു 5-6 പെരിഞ്ചീരകം അതിട്ടു. ഇതൊന്ന് വഴട്ടെ, നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒത്തിരി ഒന്നും വെക്കണ്ട, പച്ചമണമൊക്കെ ഒന്ന് പോയി ചെറിയതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി.
നമ്മൾ കുറച്ച് മല്ലിയില വെച്ച് കയറി ഇങ്ങനെ അങ്ങ് കഴുകിയിട്ട് ഇതുപോലെ വെച്ച് കയറിയിട്ട് നല്ലൊരു മണമൊക്കെ വരും. ഇത്രയും മതി, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി. ഇപ്പോൾ സവാള വഴന്നിട്ടുണ്ട്, ഇത്രയും മതി. വലിയ അങ്ങ് ബ്രൗൺ കളറൊന്നും വേണ്ട, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് ആയാൽ മതി. ഈ പൊടികളൊക്കെ ഇടാം, കുറേശ്ശെ പൊടികൾ. മഞ്ഞൾപ്പൊടി ഇട്ടല്ലോ, ഈ ഒത്തിരി എരിവൊന്നും പിള്ളേർക്ക് വേണ്ട, എന്നാലും തീ കുറച്ച് വെക്കണേ. മുളക് പൊടി ഇത് മതി, ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടില്ല, 3/4 ടീസ്പൂൺ, അത് മതി. പിന്നെ ഗരം മസാല അതൊരു 1/2 ടീസ്പൂൺ, 1/2 ഇട്ടിട്ടില്ലേ. പിന്നെ അതൊന്ന് തീ കൂട്ടി വെച്ചൊന്ന് മൂക്കട്ടെ, മൂത്താലേ ടേസ്റ്റ്. മൂത്തിട്ടുണ്ട്, ഒത്തിരി കരിയരുത്, ടേസ്റ്റ് പോകും. എന്നാൽ മൂക്കണം, പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇനി നമ്മൾ ഈ തീ കുറച്ച് വെച്ചിട്ട് ബീഫ് വെന്തത് സ്റ്റീമെല്ലാം പോയിരിക്കുക, അതങ്ങോട്ട് കുടഞ്ഞിടുക. ഒട്ടും വെള്ളം വെക്കാനായിട്ട് വെള്ളം ഉണ്ട്. ഇനി തീ കൂട്ടി വെച്ച് എല്ലാം ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ കുരുമുളക് ചതച്ച് തരണം. കുരുമുളക് ഇറച്ചി വെന്തിട്ടുണ്ടോ എന്നൊന്ന് ഞെക്കി നോക്കട്ടെ. നമുക്ക് വെളുപ്പം കാലത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ താല്പര്യമില്ല. അയ്യോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അല്ലെ കൊച്ചെന്നെ വഴക്കും പറയും വെന്തില്ലെങ്കിൽ, കടി ഇട്ടാത്തപ്പോഴേ അവന് ദേഷ്യം. എനിക്കിച്ചിരി വേവ്, അതായത് ഒന്ന് കടിക്കുന്ന പരുവത്തി അങ്ങനെ ഇഷ്ടം. പക്ഷേ കൊച്ചു വഴക്ക് പറയും. ഇച്ചിരി കുരുമുളക് പൊടി കൂടെ, പൊടിയല്ല ഇങ്ങനെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടെ വേണം, നല്ല ടേസ്റ്റ്. പക്ഷേ കുറച്ച് സമ്മതിക്കത്തില്ല, ദേഷ്യപ്പെടും. എരിവാണെങ്കിൽ വഴക്ക് പറയും. പുള്ളി ഒട്ടും മടിക്കുകയില്ല, കൂട്ടുകയല്ലെന്നേ ഉള്ളൂ. വിലപ്പൊതിയും കൂടെ ആയതുകൊണ്ട് സെപ്പറേറ്റ് കുഞ്ഞിപ്പാത്രത്തിലല്ലാത്തതുകൊണ്ട് പുള്ളി അത് കളഞ്ഞിട്ട് പോരും. അത്രയും ചെയ്യുള്ളൂ, കൂടുതലൊന്നും ചെയ്യത്തില്ല. നമുക്കങ്ങനെ കൊടുത്തിട്ട് കളയാനുണ്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കുന്നതല്ലേ നല്ല. ഇച്ചിരി എരിവ് കാണും, കുരുമുളകൊക്കെ ഇടുന്നതുകൊണ്ട് ഇച്ചിരി എരിവ് കാണും. അപ്പം ഇത്രയൊക്കെ മതി. ഞങ്ങൾക്ക് ഒരുപാട് മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് ഇഷ്ടമല്ല. അത് ചാറിനാന്നേലും നമ്മൾ ശകലം തേങ്ങ വറുത്തേങ്ങ അരക്കത്തേ ഉള്ളൂ. അല്ല, ഒരുപാട് മല്ലി ഇടുന്നത് ഇഷ്ടമല്ല. ബീഫിന് ഒത്തിരി അങ്ങ് മല്ലിയായ കുത്തല്ല. മുളക് പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകമാണ് ബീഫിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ച് മൂടി വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നല്ല പറ്റിയും വരും. പറ്റിയും വരും, നല്ല എല്ലാം പിടിക്കും. ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കട്ടെ. എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേലൊന്നും പിടിച്ച്, തക്കാളി ഒന്നും ഞാനിടത്തില്ല കേട്ടോ, കുറച്ചുകൂടെ മല്ലിയില ഇടാം. മല്ലിയില ഇടുന്നത് നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ്. മൂടി വെക്കാം. തേങ്ങാക്കൊത്തി ഞാൻ ഇടാറില്ല കേട്ടോ, എനിക്കിഷ്ടമാണ്. ചെറുക്കന് ദേഷ്യമാണ്, അതുകൊണ്ട് ഇടുന്നില്ല. നമ്മൾ വേവിക്കാൻ നേരം തേങ്ങ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് വേവിക്കുന്ന കുക്കറിലോട്ട് നമ്മൾ ആദ്യം വേവിച്ചില്ലേ, ആ കൂട്ടത്തിലിടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, നല്ല ഫ്ലേവറൊക്കെ നല്ല രുചി ഇറങ്ങും. വറക്കാതെയും ഇടാം, വറുത്തും ഇടാം. വറുത്തിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് വറുത്തുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ വറുത്തിടുന്നതല്ല. പക്ഷേ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ. അപ്പോൾ ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് നല്ല എല്ലാം പിടിച്ച് നല്ല സ്വയംഭനാകട്ടെ. ഇട്ട് ആറിക്കാൻ വെച്ചിരിക്കുക. മിക്സിയിൽ അതേപടി വെച്ചിരിക്കുക. ഉരുട്ടിയെടുക്കണം. ചമ്മന്തി, പുളിശ്ശേരി, കിഴങ്ങ് മെഴുക്കുവരട്ടി, നമ്മുടെ കോവലയിൽ നിന്ന് പറിച്ച കോവയ്ക്ക തോരൻ, ഇനി ബീഫുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. വേറെ വല്ലതും ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, മതിയല്ലോ. അടുക്കി പെറുക്കിയപ്പോഴാണ് കണ്ടേ ഒരബദ്ധം പറ്റി. ഞാൻ രണ്ടാമത് ഒലരാനിടുമ്പം പച്ചമുളകും ചെറിയ സവാളയും കൂടെ വഴറ്റിയില്ലേ, ആ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്ന ശകലം കൂടെ നമ്മൾ വേവിക്കുമ്പോഴും ഇടും, ഒലത്താൻ നേരവും മൂപ്പിച്ചിടുവേ. അങ്ങ് മറന്നു. ഇനിയിപ്പോൾ ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കട്ടെ ഒരു 5 മിനിറ്റ്. എന്നാ ചെയ്യാൻ. ഇലയൊക്കെ വാട്ടിയിട്ടു, മുട്ടയൊക്കെ പൊരിച്ചു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പൊതിച്ചോറ് വെട്ടാം. ഒരിലയും കൂടെ പുറത്ത് പോയി വെട്ടാൻ എനിക്ക് പേടിയാണേ, അല്ലെങ്കിൽ കറികളെല്ലാം ഇലയിൽ പൊതിയായിരുന്നു. ഇതിപ്പം വേണ്ട, ഇങ്ങനത്തെ പാത്രങ്ങളിൽ വെക്കാമെന്ന് ഉദ്ദേശിച്ചു. ഇനി ചോറിടട്ടെ. 2 പേർക്കുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പുനീരൊഴിച്ചു കൊടുക്കാം.
ഉപ്പും നീരൊഴിച്ചിട്ടുണ്ട്. ഇനി കറികളൊക്കെ എടുക്കാം. മുട്ട അച്ചാർ നമുക്ക് ചമ്മന്തിയൊക്കെ ചോറിനകത്ത് വെക്കാം, എന്നാലേ ഒരു ടേസ്റ്റുള്ളൂ. മുട്ട വെച്ചു, ചമ്മന്തി ഉരുട്ടി വെച്ചു. ഇനി മാങ്ങ അച്ചാർ വെച്ചു, കിഴങ്ങ് വെച്ചു, കോവയ്ക്കാത്തോരൻ വെച്ചു. ഇനിയും പുളിശ്ശേരിയും ഇറച്ചിയും നമുക്ക് വേറെ പാത്രത്തിലെടുക്കാം. ഇത്രയും അങ്ങ് പൊതിച്ചോറ് കെട്ടി. ഈ ചെറുതിനകത്ത് ബീഫ്, ഇത് പുളിശ്ശേരി, പിന്നെ 2 ഓറഞ്ചും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയും ബീഫും കൂടെ എടുക്കണം. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊരു 10-11 മണിയാകുമ്പോൾ വിശക്കുമല്ലോ. ഇപ്പം ആരൻ ബ്രെഡും പഴവും കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം 10-11 ആകുമ്പോഴത്തേക്കിനും സ്വിമ്മിങ് കഴിയുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ, അപ്പോൾ പിള്ളേർക്ക് കഴിക്കാമല്ലോ. അതിന് ചപ്പാത്തിയും ബീഫും കൂടെ എടുക്കുന്നുണ്ട്. പുറയിലായിരിക്കും വന്നേക്കുന്നത്. പുറകെ വരാനാണ് പറഞ്ഞത്. അപ്പോൾ 6:30 ആരൻ പോവാണ്. സൂക്ഷിച്ചൊക്കെ കേട്ടോ. സ്വിമ്മിങ്ങിന് പോവാ കാഞ്ഞിരപ്പള്ളി. ഓട്ടോച്ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരൻ്റെ പുറയിൽ ജേഴ്സിയൊക്കെ ഉണ്ട്. യോയാക്കിം. ആരൻ്റെ ആഷറിൻ്റെ മിഡിൽ നെയിം യോയാക്കിമാണ്. ആഷർ യോയാക്കിം മാത്യു, ആരൻ യോയാക്കിം മാത്യു, ഇവിടുത്തെ ഒരു ഫാമിലി നെയിമാണ്. ഇവിടെ അല്ലേ വന്നേക്കുന്നേ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ആരൻ പോയി. ഇനി കോഴികളെ ഇപ്പം ഇറക്കുന്നില്ല. ഇപ്പം ഇറക്കിയാൽ ഇതിലേയും പോയാൽ അതിൻ്റെ പുറകെ ഓടാൻ എനിക്ക് മേലെ. ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ വേണം ഇറക്കി. ഇവിടെ ഇച്ചിരി കഴിയട്ടെ. സാധാ സമയത്ത് 7:30 ആകുമ്പോൾ ഇറക്കാം. ഇപ്പോഴേ 6:30 ആയപ്പോഴേ ഇറക്കിയാലേ ഞാൻ കിടന്ന് ഓടണം. കൊതുക് കടിക്കും. ഞാൻ ചെന്ന് ഇനിയിപ്പം പാത്രങ്ങൾ പാചകത്തിൻ്റെയൊക്കെ കഴുകി ഞാനും ചപ്പാത്തിയും പഴവും കഴിക്കാം. എനിക്ക് രാവിലെ ബീഫൊക്കെ താല്പര്യമില്ല. എന്നും ഇവിടെ നിന്നല്ലേ ആരണ്ണെ വിടുന്നേ. ഇത് നമ്മളുടെ സ്റ്റെപ്പ് കയറി വഴിയിലോട്ട് പോകുന്നതാണ്. പുറയിലാണ് കാർ ഇറങ്ങുന്ന വഴി. നമ്മുടെ മുറ്റത്ത് ഷെഡിൽ കൊണ്ടിടും. ആദ്യം വരുന്നവരോർക്കും ഇവിടെ വഴിയൊന്നും ഇല്ലേന്ന്. അപ്പോൾ അകത്തോട്ട് കയറട്ടെ. സ്കൂളിൻ്റെ താഴെയുള്ള ഓട്ടോച്ചേട്ടനാണ്. അതാകുമ്പം ഇനി വന്ന് കൊണ്ടുപോയിക്കോളും. അയ്യോ, ഇനി ആരൻ്റെ ബെഡൊക്കെ വിരിച്ചിടണം. ആരൻ നേരെ ഇങ്ങ് എഴുന്നേറ്റ് വരത്തേ ഉള്ളൂ. ഇനിയിപ്പം മീനുകൾക്കൊക്കെ തീറ്റ കൊടുക്കണം. ഇനിയിപ്പം അങ്ങ് പണി നമ്മൾ പാചകം ഇല്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നേരത്തെ ഫ്രീ ആകും. മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്ത് പാത്രം കഴുകി അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മഞ്ഞ് കണ്ടില്ലല്ലോ. 6:30 ആയപ്പോഴല്ലേ പുറത്തിറങ്ങുന്നത്. 5 മണിക്ക് എഴുന്നേറ്റപ്പം പുറത്തോട്ടൊന്നും നോക്കിയേ ഇല്ലല്ലോ. ഇടയ്ക്കൊരു ചട്ട് എടുക്കാൻ എളുപ്പമെന്ന് വർക്ക് ഏരിയയായി വന്നു, എടുത്തുകൊണ്ട് എളുപ്പം കയറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ. എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന
സ്ഥിരമായിട്ടുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ വിട്ടുപോയി കേട്ടോ, ക്ഷമിക്കണം. അവരുടെ പേര് പറയുക: അബി ആൻഡ് അതു, റോസ്വില്ല, പിന്നെ ബിന്ദു മാത്യുവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, രത്നം വേൾഡ് ആൻറ്റി, സുകുടുംബം, അനൂജ അജിത്ത്, പുതിയൊരു ആളാണേ, അനൂജ അജിത്ത്. പിന്നെ അതുപോലെ പഴയ ആൾക്കാർ അങ്കമാലി ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ അങ്കമാലി ചേച്ചി ഇപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു, അതോ കമൻ്റ് ഇടാത്താണോ എന്നറിയത്തില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏലക്ക പായസത്തിലിടാൻ, അത് ഞാൻ ഓർത്ത് എഴുതി വെച്ചിരിക്കുമായിരുന്നു, മറന്നു പോകുന്നതിന്. ഇനി അടുത്തത് ഞാനിപ്പോൾ നോക്കട്ടെ, കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, മറന്നു പോകുന്നു. ഇതുപോലെ ബുക്കും പേനയായിട്ട് നിന്ന് വേണം നമ്മൾ വീഡിയോസൊക്കെ അല്ല കമൻ്റൊക്കെ വായിക്കാൻ, എന്നാലേ കുറിച്ചിടാൻ പറ്റുള്ളൂ, അല്ലെ പിന്നെ മറന്നു പോകും. ഇപ്പം എന്താ നോക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പം ഇപ്പോൾ കുറച്ച് മുമ്പേ എങ്ങാണ്ട് കമൻ്റ് ഇട്ടിരിക്കുന്ന പുതിയൊരു സബ്സ്ക്രൈബർ, പുതിയ ഒരു പുതിയ യൂട്യൂബറാണോ എന്നറിയത്തില്ല, ഒരു യൂട്യൂബറും അപ്പൂസ് വേൾഡ് എന്നാണ് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അപ്പൂസ് വേൾഡ് നിങ്ങളും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. പിന്നെ നമ്മുടെ സുപ്രിയ വ്ളോഗ്സ് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു. സുപ്രു ഒരു ബിഗ് ഹായ് കേട്ടോ, ചക്കര ഉമ്മ കെട്ടിപ്പിടിച്ച്. പിന്നെ ലിസമ്മ എബ്രഹാം, അത് യൂട്യൂബറല്ല, സബ്സ്ക്രൈബറാണ് എന്നാൽ എനിക്ക് തോന്നുന്നേ. മത്തിമണം മാറാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, മത്തി ശവടക്കന്നെ പോകുന്ന ദിവസം മത്തി എത്ര കുളിച്ചാലും മണം പോകത്തില്ല, സ്പ്രേ അടിച്ചാലും. അപ്പോൾ മത്തിമണം മാറാൻ കോഫി പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി, കയ്യെ തൂത്താൽ മതിയെന്ന്. പിന്നെ സണ്ണി ജോസി എന്ന് പറയുന്ന ഒരു സണ്ണി ജോസി എന്നാ കിടക്കുന്ന യൂട്യൂബറല്ല, സബ്സ്ക്രൈബറാണ്, സുന്ദരി ചേച്ചിയാന്ന് ഞാൻ ആ അഗർവാളിലിരിക്കുന്ന ഒരു വീഡിയോ ഷോർട്സ് ചെയ്തില്ലേ, അതിന് കമൻ്റ് ചെയ്തിരിക്കുന്ന. താങ്ക്സ് കേട്ടോ. പിന്നെ ദൈവത്തിന് മഹത്വം. എല്ലാവരും സുന്ദരന്മാർ സുന്ദരികളല്ലേ, ദൈവം സൃഷ്ടിച്ചതല്ലേ. പിന്നെ ചക്കരയുമ്മ കേട്ടോ, താങ്ക് യു. ഇനിയും വീഡിയോ ഒക്കെ കാണണേ എല്ലാവരും. പിന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. ഞാൻ പുതിയ യൂട്യൂബറല്ലേ, അപ്പോൾ കുറച്ച് കുറ്റങ്ങളും കുറവുകളും അറിവില്ലായ്മ കൊണ്ട് ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം, അല്ലാതെ എന്നെ ഇട്ടേച്ചോടല്ലേ. എല്ലാവരും വീഡിയോ കാണണേ. പിന്നെ ഒരു യയൺ, അതായത് YUYUN, ഇതുണ്ടോ YUYUN ചാനലാണ്, ഡാൻസിൻ്റെ ചാനൽ. ഒരു പെങ്കൊച്ച, കൊറിയക്കാരിയാണെന്ന് തോന്നുന്നു. സോ യമ്മീന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് നന്മീൻ കറി കത്തറി വെച്ചതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടില്ലായിരുന്നോ, അപ്പോൾ അതിനാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതുപോലെ ഇനി കമൻ്റൊക്കെ അപ്പോൾ എഴുതി വായിക്കാം. ഒത്തിരി കുറവുകൾ എനിക്കുണ്ട്, ഞാൻ വേണ്ട പോലൊന്നും ചാനൽ കൈകാര്യം ചെയ്യുന്നില്ല. പിന്നെ ഒന്നാമതേ അറിവ് കുറവുണ്ട്, എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയൊന്നും അങ്ങനെ അറിയത്തില്ല. അതുകൊണ്ടാണ് പതുക്കെ എല്ലാം റെഡിയാവും. പിന്നെ എൻ്റെ കൂട്ടുകാരി ജീന വെറൈറ്റി വ്ളോഗ്സ്, റാന്നിക്കാരി, പുള്ളിക്കാരി എന്നെ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നു. അത് എന്നേലുണ്ട്, അപ്പോഴേ പറയും കേട്ടോ, എല്ലാം പറഞ്ഞൊക്കെ തരും. അതുപോലെ അജിതയൊക്കെ എനിക്ക് എല്ലാം പറഞ്ഞു തരും. ശ്രീദേവി കൗമ്പിളി ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. യേശുവിനെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കിപ്പം നാളെ കാണാം. ഓക്കെ.